ഹലോ ഫ്രണ്ട്സ്, ഇന്നെൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. എൻ്റെ ഫസ്റ്റത്തെ ഫ്രണ്ട്സ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ 308 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആകെ 2 കാര്യമല്ലേ നിങ്ങളോട് പറയുന്നു, അതുകൊണ്ട് ഇതൊന്ന് സാധിച്ചെടുക്കണം പ്ലീസ്. അതുപോലെ ഇതെൻ്റെ അമ്മയുടെ ഫോണാണ്. ഇപ്പം ഞാൻ എടുക്കുന്നത് എൻ്റെ ഫോണാണ് കേട്ടോ. അപ്പോൾ ഇതിൽ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 3 മാസമായി തുടങ്ങിയിട്ട്. ആകെ 2 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്ക് ഈ ഫോണ് അങ്ങ് മഹാരാഷ്ട്രയിൽ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഞാനെൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ എത്തി കേട്ടോ. അപ്പോൾ സ്കൂൾ സാധനങ്ങൾ വാങ്ങിയിട്ട് ഞാൻ മട്ടന്നൂർ പോവാൻ റെഡിയായിരിക്കുകയാണ്. ഇനി ഞാൻ ഒരുപാട് വീഡിയോസ് ഈ എൻ്റെ ഫോണിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് ഫ്രണ്ട്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ശ്യാമള എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യമില്ല ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യണം. അപ്പോൾ ആരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണരുത് പ്ലീസ്. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്, ഇപ്പം കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മഴ വരുന്ന പോലത്തെ ഒരു അവസ്ഥയാണുള്ളത്. നിങ്ങളിടയ്ക്ക് ഇപ്പം എന്താ കാലാവസ്ഥ, മഴയുണ്ടോ വെയിലുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. ഇനി ഞാൻ സ്കൂൾ ഷോപ്പിംഗ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടും കേട്ടോ. അത് കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അത് കമൻറ്റും ചെയ്യുക, നിങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് സാധനങ്ങളൊക്കെ വാങ്ങിയോന്ന്. അപ്പോൾ എനിക്ക് നാളെയാട്ടോ സ്കൂൾ തുറക്കുന്നത്. എന്നിട്ട് ഞാൻ സാധനം വാങ്ങിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങ് മഹാരാഷ്ട്ര വെക്കേഷന് പോയി നിന്ന്, അതുകൊണ്ട് വാങ്ങാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ കുറച്ച് സാധനം ഇടും. ഇനി 2-3 ബുക്കേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് റംബൂട്ടാൻ മരമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പഴുത്തത് നോക്കിയിട്ട് പറിച്ചതാട്ടോ. ഒരുപാടുണ്ട്. 2-3 മരമുണ്ട് കേട്ടോ റംബൂട്ടാൻ്റെ. അപ്പോൾ അതിൽ ഒന്നേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ഈടെയുണ്ട് ഒരു മരം, അതിലായിട്ടില്ല. അപ്പോൾ ഈ ഒരു മരത്തിലായതാണ് കേട്ടോ. ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കിത് പൊളിച്ചിട്ട് നോക്കാം കേട്ടോ. നമുക്കിതൊന്ന് കത്തിയോണ്ട് ചെത്തി നോക്കാം. അപ്പോൾ ഇത് ഞാൻ ചെത്തി എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരം കേട്ടോ. ഇതിൻ്റെ അകത്ത് കുരുവാണുള്ളത്. തിന്നുന്ന കേട്ടിട്ട് ഇതാ എൻ്റെ പൂച്ചയുണ്ട് കേട്ടോ, ഇവിടെ വന്ന് കരയുന്നു. ഞാൻ കൊടുത്താൽ ഇത് മണപ്പിക്കും, പഴുപ്പു. ഇതിന് ഇഷ്ടമല്ലേ ഇത്, അതുകൊണ്ട് ഞാൻ കൊടുക്കാത്ത. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.